നമസ്കാരം. പ്രധാന വാർത്തകൾ. എഡിജിപി എം.ആർ. അജിത് കുമാർ കൂടുതൽ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കോവളത്തെ ഹോട്ടലിൽ രാം മാധവിനെ കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കൂടിക്കാഴ്ചയെന്ന് ആവർത്തിച്ച് സതീശൻ. RSS നേതാവിനെ എഡിജിപി കണ്ടതിൽ എന്താണ് തെറ്റെന്ന് കെ സുരേന്ദ്രൻ. കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്ന് CPI. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജ് വിദ്യാർത്ഥികൾക്ക് H3N2 H1N1 രോഗബാധ 5 പേർക്ക്. കൂടുതൽ പേർ നിരീക്ഷണത്തിൽ. തൊടുപുഴ പുളിയൻമലയിലുണ്ടായ വാഹനാപകടത്തിൽ 1 മരണം. മരിച്ചത് നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശി ഷാരിഖ്. അപകടം പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചു. അടൂർ ഇളമണ്ണൂരിൽ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം. IMA ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ജനങ്ങൾ തടസ്സപ്പെടുത്തി. ജനീഷ് കുമാറും ആന്റോ ആന്റണിയും എതിർപ്പുമായി രംഗത്ത്. കാന്തല്ലൂർ ടൗണിൽ കാട്ടാന ഇറങ്ങി. വാഹനവും വീടും ആക്രമിക്കാൻ ശ്രമം. മേഖലയിൽ കാട്ടാന തമ്പടിച്ചിട്ട് ദിവസങ്ങൾ. വിശദമായി നോക്കാം. എഡിജിപി എം.ആർ. അജിത് കുമാർ മുതിർന്ന RSS നേതാവ് രാം മാധവിനെ കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കോവളത്തെ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. ദത്താത്രേയ ഹൊസബലയെ കണ്ടെന്ന് എം.ആർ. അജിത് കുമാർ സമ്മതിച്ചിരുന്നു. സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നായിരുന്നു വിശദീകരണം. വി വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, ഇവിടെ ആദ്യം ഏറ്റവും പ്രധാനമായി ദത്താത്രേയ ഹൊസബലയെ കണ്ടു എന്ന് എം.ആർ. അജിത് കുമാർ സമ്മതിച്ചൊരു സാഹചര്യമുണ്ട്. ഇവിടെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാവുകയാണ് CPM-നൊപ്പം RSS-ഉം എന്ന് നമ്മൾ എടുത്തു പറയേണ്ട സാഹചര്യമാണ്. പിന്നിലാര് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അവിടെ അവശേഷിക്കുന്നു. ഒപ്പം പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയതെന്ന് പറയുമ്പോൾ ആരോപണം കടുക്കുകയാണ്. എങ്ങനെ പ്രതിരോധിക്കും? എന്തായിരിക്കും ലക്ഷ്യം? ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ വിവാദമായിരിക്കുന്നത്. ഇത് ഇടതുമുന്നണിയിൽ തന്നെ ഒരു ചേരിപ്പോരിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ എന്തിനായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്ന് ചോദിക്കുകയാണ്. മുന്നണിയിലെ തന്നെ രണ്ടാമത്തെ പ്രധാന പാർട്ടിയുടെ നേതാവാണ്, സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്നത്. തീർച്ചയായും സർക്കാർ ഇക്കാര്യത്തിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, തൃശൂരിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ പ്രതികരിച്ചത് ഒരു വശത്തുള്ള ആളുകൾ ആരാണെന്ന് മനസ്സിലായി. തൃശൂർ പൂരം കലക്കിയതിൽ ഇനി മറുവശത്തുള്ള ആളുകൾ ആരാണ്, അതാണ് വ്യക്തമാകേണ്ടത്. അതായത് ADGPയുടെ ഈ RSS നേതാക്കളുമായുള്ള സന്ദർശനത്തിൽ മുന്നണിക്കുള്ളിൽ തന്നെ എതിർപ്പ് ഉയർന്നു വരികയാണ്. RSSന്റെ ദേശീയ സെക്രട്ടറി ഹൊസബലെ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയാണ് പാറമേക്കാവിലെത്തി കണ്ടത്. കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു ഈ കൂടിക്കാഴ്ച അജിത് കുമാർ നിഷേധിക്കുന്നില്ല. ആ സമയത്ത് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. റാം മാധവുമായുള്ള കൂടിക്കാഴ്ച തിരുവനന്തപുരത്തായിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. 2 തവണ ഈ കൂടിക്കാഴ്ച നടന്നു. കോവളത്തടക്കം കൂടിക്കാഴ്ച ഉണ്ടായി. എം.ആർ. അജിത് കുമാർ ഇത് നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം ഒരു വിശദീകരണമായി കൊടുത്തത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് RSS പ്രവർത്തകനാണ്. അദ്ദേഹവുമായുള്ള അടുപ്പത്തെ തുടർന്ന് ഈ കൂടിക്കാഴ്ച നടന്നുവെന്നാണ്. എന്നാൽ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയായ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത്? അവിടെയാണ് രാഷ്ട്രീയമായ സംശയങ്ങൾ ഉയരുന്നത്. പ്രതിപക്ഷം ആരോപണത്തിന്റെ മൂർച്ച കൂട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത് പാലമാണ് RSSനും BJPക്കും അതോടൊപ്പം തന്നെ CPM-നും ഇടയ്ക്കുള്ള പാലമായി ADGP പ്രവർത്തിക്കുന്നുണ്ട്. പല കേസുകളും സെറ്റിൽ ചെയ്യാനുള്ള നീക്കമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളടക്കം ഉൾപ്പെട്ട കേസുകൾ, SFIയുടെ അന്വേഷണം എവിടെയെത്തി, കരുവന്നൂരിലെ അന്വേഷണം എവിടെയെത്തി, തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക, ഇതിനുവേണ്ടി ഗൂഢാലോചന നടത്തി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുകയായിരുന്നു. ഈ കാര്യമാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായി ഉയർന്നു വരുന്നത്. എന്തുകൊണ്ട് ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല എന്ന
ചോദ്യവും ഒരു വശത്ത് അവശേഷിക്കുന്നുണ്ട്. DGPയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങളാണ് ADGPക്കെതിരെയുള്ള അന്വേഷണം നടത്തുന്നത്. DGPക്ക് തന്നെ ADGPയുടെ പല പ്രവൃത്തികളിലും അസംതൃപ്തി ഉണ്ടായിരുന്നു. DGPയെ മറികടന്ന് പല ഉത്തരവുകളും പുറത്തിറക്കിയിരുന്നു. സേനയുടെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുത്തു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അറിയാതെ ADGPയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവുകൾ പുറത്ത് ഇറങ്ങുകയും അത് പിന്നീട് തിരുത്തേണ്ടിയും വന്ന സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും അതിനപ്പുറത്തേക്ക് വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, അജിത് കുമാറിനെതിരെ നേരത്തെ തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് വീണ്ടും ശക്തമാവുകയാണ്. സരിത്തിന്റെ കസ്റ്റഡിയും ഫോൺ പിടിച്ചെടുത്തതും അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് മേധാവിയായിരുന്നപ്പോഴാണ് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയുടെ സുഹൃത്തായ സരിത്തിനെ ഇങ്ങനെ കസ്റ്റഡിയിലെടുത്തതും ഫോൺ പിടികൂടിയതും ആ തരത്തിലുള്ള നടപടികൾ. അതിനുശേഷം വിജിലൻസ് സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുന്നു. എന്നാൽ 3 മാസം കഴിയുമ്പോഴേക്കും അജിത് കുമാർ വീണ്ടും ADGP ലോ ആൻഡ് ഓർഡർ എന്ന നിലയിലേക്ക് വരികയാണ്. അജിത് കുമാറിന്റെ പല നടപടികളും ഈ തരത്തിൽ വിവാദമായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടി അജിത് കുമാർ ഇങ്ങനെ വഴിവിട്ട് പ്രവർത്തിക്കുന്നു എന്ന ആരോപണം. ഇപ്പോൾ ഈ ആരോപണങ്ങൾക്ക് ശക്തി കൂടിയത് പ്രതിപക്ഷത്തിന്റെ വാദം കൊണ്ട് മാത്രമല്ല, ഭരണപക്ഷത്തു നിന്ന് PV അൻവർ കൂടി ഈ ആരോപണം ഉന്നയിക്കുന്നു. ADGP കൊല നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഇടപെടുന്നുണ്ട്, ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമായി സ്വർണം തട്ടിയെടുക്കുന്നുണ്ട്, മയക്കുമരുന്ന് ലോബിയുമായി ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ദാവൂദ് ഇബ്രാഹിമാണ് അജിത് കുമാറിന്റെ റോൾ മോഡൽ എന്നുകൂടി അൻവർ പറഞ്ഞു വയ്ക്കുന്നു. ഈ തരത്തിൽ അജിത് കുമാറിനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അന്വേഷണം 1 മാസ കാലാവധി വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നില്ല. വിനോദ്, ഇവിടെ RSS നേതാവിനെ ADGP കണ്ടതിൽ എന്താണ് തെറ്റെന്നാണ് K സുരേന്ദ്രൻ നേരത്തെ ചോദിച്ചത്. അത്രമാത്രം അങ്ങനെ ചോദിച്ച് ലഘൂകരിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണോ ഇത്? എന്തായാലും RSS സംശയനിലയിലാണെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പറയുന്ന പ്രതിപക്ഷം പറയുന്നതുപോലെ രണ്ടാമത്തെ കൈ ആര് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഒപ്പം ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ വലിയ പുകച്ചിലുണ്ട് LDF-ലും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നിലവിൽ, അല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൂടിക്കാഴ്ചകളെ വിമർശിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിപക്ഷം മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ച് വെല്ലുവിളി ഉണ്ടാക്കുന്നത് അതുതന്നെയാണ്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും, ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP ഇത്തരത്തിൽ RSS നേതാക്കളുമായി ബന്ധം വെച്ചു പുലർത്തുന്നു? അതിൽ വിശദീകരിക്കേണ്ടി വരുന്നത് ഇങ്ങനെയാണ്. കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിനാണോ ADGP ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയത്? ഈ കൂടിക്കാഴ്ചകളുടെ വിവരം സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിച്ചു? സ്വകാര്യ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് RSSന്റെ ഒരു ദേശീയ സെക്രട്ടറിയുമായി സുപ്രധാന പദവിയിലിരിക്കുന്ന സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിലുള്ള ഒരാൾ ഇങ്ങനെ ബന്ധം പുലർത്തിയത്, കൂടിക്കാഴ്ച നടത്തിയത് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളാണ് സംശയമായി ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഒരു നേതാവിനെയല്ല, ഒരു സൌഹൃദത്തിന്റെ പേരിൽ ഒരു സുഹൃത്തിനൊപ്പം സ്വകാര്യ വാഹനത്തിലെത്തി RSSന്റെ ക്യാമ്പിലെത്തി ദേശീയ നേതാവിനെ കണ്ടു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നേതാവുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. റാം മാധവ് എന്ന മറ്റൊരു RSS നേതാവുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അവിടെയാണ് ഈ കേസുകൾ, കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിരുന്ന കേസുകളുടെ ഗതി എങ്ങോട്ടാണ്, എന്താണ് ഒത്തുതീർപ്പ്, സുരേഷ് ഗോപിക്ക് ജയിക്കാനായ സാഹചര്യം തൃശൂരിൽ സൃഷ്ടിച്ചോ തുടങ്ങിയ സംശയങ്ങൾ ബലപ്പെടുന്നത്. ഈ സംശയം ഉന്നയിക്കുന്നത് പുറത്തു നിന്നുള്ളവരല്ല, പ്രതിപക്ഷമല്ല, അല്ലെങ്കിൽ സർക്കാരിനെ എതിർക്കുന്ന കേന്ദ്രങ്ങളല്ല, മറിച്ച് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ആ ചോദ്യം വരുന്നു. ആദ്യം ഈ ബോംബ് പൊട്ടിച്ചത് PV അൻവറാണ്. CPM ഒരു പരിധിവരെ, അല്ലെങ്കിൽ പരിധിക്കപ്പുറത്തേക്ക് എതിരാളികളെ അടിച്ച് നിലംപരിശാക്കാൻ തുറന്നുവിട്ടിരുന്ന PV അൻവർ വലിയ ആരോപണവുമായി തിരികെ എത്തുന്നു എന്ന് മാത്രമല്ല, P ശശിയിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്. കൂടുതൽ വലിയ ആരോപണങ്ങൾ വന്നപ്പോൾ പോലും ഇപ്പോഴും മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുന്ന ഉദ്യോഗസ്ഥനാണെന്നൊക്കെ നമ്മൾ കൂട്ടിവായിക്കണം. ഏറ്റവും പ്രധാനമായി സർക്കാരിന്റെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു അദ്ദേഹം പോകേണ്ടത്. ഇവിടെ അദ്ദേഹം ഔദ്യോഗിക വാഹനം ഒഴിവാക്കി വിജ്ഞാൻ ഭാരതിയുടെ ഭാരവാഹി എത്തിയ കാറിൽ രഹസ്യമായി പോയതാണ്. എന്തിനെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് പൊതുജനം. തീർച്ചയായും അതിനാണ് മറുപടി വരേണ്ടത്. എന്തിനാണ് ഈ ദത്താത്രേയ ഹൊസബലയെ സ്വകാര്യ വാഹനത്തിലെത്തി കാണുകയും 1 മണിക്കൂർ അവിടെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്? ആദ്യം പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം പുറത്തുവിടുന്നു. അത് ADGPയോ സർക്കാരോ നിഷേധിക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പറയാമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു.
ഒരുപക്ഷെ സംസ്ഥാന പോലീസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവർ കാണാതെ എന്തുകൊണ്ട് ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തി? അത് ഒരാളുമായി മാത്രമല്ല, കൂടുതൽ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി. ഇവിടെയാണ് EP ജയരാജന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രകാശ് ജാവദേക്കർ EP ജയരാജന്റെ വീട്ടിലേക്ക് വരുന്നത് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് EP ജയരാജൻ പറയുന്നത് തന്റെ മകന്റെ കുഞ്ഞിന്റെ അതിലേക്ക് കടക്കുകയാണ്. ബലാത്സംഗ കേസിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ. മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. സെഷൻസ് കോടതി വിധിയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, എന്തൊക്കെയാണ് പ്രധാനമായും ഏറ്റവും പുതിയ വിവരങ്ങൾ? ഭവ്യ, ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് അന്വേഷണ സംഘത്തിന്റെ കത്ത് ലഭിച്ചിട്ടുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ഹണിയും വർഗീസാണ് ഈ വിധി, അതായത് മുൻകൂർ ജാമ്യം നൽകി, മുകേഷിന് മുൻകൂർ ജാമ്യം നൽകി വിധി പുറപ്പെടുവിച്ചത്. ഈ വിധിയുടെ 19 പേജിൽ കേസിന്റെ വിശദമായ വിശകലനം നടത്തിയിരിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, ഇത് 15 വർഷം മുൻപുണ്ടായ കേസ് എന്നുള്ള സാഹചര്യത്തിൽ ഇതിനെ അത്തരത്തിൽ നിസ്സാരമായി തള്ളിക്കളയേണ്ട സാഹചര്യമല്ല എന്നുള്ളത്. 15 വർഷം മുൻപുള്ളതായാലും കഴിഞ്ഞ ദിവസം സംഭവിച്ചതായാലും അതിജീവിതയ്ക്ക് അതിൻ്റെതായ പരിഗണന നൽകണമെന്നും അതിജീവിതയുടെ വാദം കേൾക്കണമെന്നും അല്ലെങ്കിൽ അതിജീവിതയുടെ ഭാഗം കേൾക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകാൻ ഒരുങ്ങുന്നത്. എന്തായാലും മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതായത് വിശദമായ മുൻകൂർ ജാമ്യ ഉത്തരവ് പരിധി ലംഘിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുക. 19 പേജിൽ കേസിലെ വസ്തുതകൾ ഇത്ര വിശദമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ല. അതുപോലെ തന്നെ കേസിന്റെ വിശദമായ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വേണ്ടിയിരുന്നില്ല എന്നൊരു സാഹചര്യം കൂടി സർക്കാർ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ഇത് നേരത്തെ തന്നെ ജഡ്ജിനെതിരായ ഒരു പരാതി അനിൽ അക്കരെ നേരത്തെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയിരുന്നതാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് CPM ബാന്ധവം ഉണ്ടാക്കും. തൃശൂർ ജില്ലാ സെക്രട്ടറി M. വർഗീസിന്റെ മകളാണ് ഹണിയം വർഗീസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ജഡ്ജ് ഇതിനെ ഇത്തരത്തിൽ വിധിയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു അനിൽ അക്കരയുടെ പരാതി. അത് അദ്ദേഹം സോഷ്യൽ മീഡിയകളിലൂടെ ആ ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അത്തരത്തിലൊരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നതാണ്. കാരണം മുകേഷിന് മുൻകൂർ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിധി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. കോടതി ജഡ്ജിനെതിരെ തന്നെ നേരത്തെ നടിയെ ആക്രമിച്ച കേസിലുണ്ടായിരുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ആരോപണമുണ്ടായിരുന്നു. കാരണം 3 തവണ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് പരിശോധിച്ചത് ഹണിയം വർഗീസിന്റെ മേൽനോട്ടത്തിൽ കേസിരുന്ന സാഹചര്യത്തിലാണ് എന്ന് വിലയിരുത്തലും അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ രൂക്ഷമായ ആരോപണവും വിമർശനവും ഉയർന്നിരുന്ന ഒരു സാഹചര്യം കൂടി അനിലക്കരയെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഇപ്പോൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കാരണം മുകേഷിന് നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഭവ്യ, തീർച്ചയായും മുകേഷിനെതിരെ സർക്കാർ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. സെഷൻസ് കോടതി വിധിയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അടൂർ ഇളമണ്ണൂരിൽ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം. IMB ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ജനങ്ങൾ തടസ്സപ്പെടുത്തി. KU ജനീഷ് കുമാർ MLA, ആന്റോ ആന്റണി MP തുടങ്ങിയവരും CPM പ്രാദേശിക നേതൃത്വവും എതിർപ്പുമായി രംഗത്തുണ്ട്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശി ഷാരിഖാണ് മരിച്ചത്. ഒപ്പം സഞ്ചരിച്ചിരുന്ന ബാലഗ്രാം സ്വദേശി അരവിന്ദന് പരിക്കേറ്റു. ഫുട്ബോൾ സെലക്ഷനുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടത്തു നിന്നും തൊടുപുഴയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. എതിരെ വന്ന പിക്കപ്പ് വാനിലിടിച്ച് ബൈക്ക് മറിയുകയായിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് H3N2 H1N1 സ്ഥിരീകരിച്ചു. 5 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിരീക്ഷണത്തിലാണ്. ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്.
ഇടുക്കി കാന്തല്ലൂർ ടൗണിൽ കാട്ടാന ഇറങ്ങി. ടൗണിലിറങ്ങിയ ആന റോഡരികിലെ പരസ്യബോർഡ് നശിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് സമീപം നിന്നവരെ വിരട്ടി ഓടിച്ചു. പ്രദേശവാസിയായ മതിയഴകന്റെ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ആക്രമിച്ചു. സമീപവാസിയായ കണ്ണന്റെ വീട് ആക്രമിക്കാനും ശ്രമമുണ്ടായി. 2 ദിവസം മുൻപ് ഇതേ ആന 2 ബൈക്ക് യാത്രികർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. ഇടവേള. കൈവശമുണ്ട്. മഴ ചതിച്ചെങ്കിലും പൂവിപണിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ കർഷകർ. പ്രാദേശികമായുള്ള വിപണന സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി പ്രതിസന്ധിയെ മറികടക്കാനാണ് ശ്രമം. കോട്ടയം ജില്ലയിൽ മാത്രം 250ഓളം ഏക്കറിലാണ് ഇത്തവണ പൂക്കൃഷിയുള്ളത്. ഓണം കണക്കാക്കിയുള്ള പൂക്കൃഷിയാണ് തകൃതിയായി നടക്കുന്നത്. ഇത് ഭരണങ്ങാനത്തെ കാഴ്ച. നിതിൻ സി വടക്കനും കുടുംബവും നടത്തിയ ആദ്യ കൃഷി പൂത്തുലഞ്ഞ് വിജയകരമായി നിൽക്കുകയാണ്. ഇത് ഇവിടെ വീട്ടിൽ എൻ്റെ മമ്മി എല്ലാ വാർത്താ ചാനലുകളിലെ കൃഷി പ്രോഗ്രാമുകളും ഒക്കെ സസൂക്ഷ്മം കാണാറും അതിനെക്കുറിച്ച് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കാറൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം ഈ സ്ഥലത്ത് മരച്ചീനി കപ്പ നടാനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആലോചിച്ചിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ മമ്മിയുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം, ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പം എല്ലായിടത്തും പൂക്കളൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞ തവണ പലയിടത്തും കുടുംബശ്രീയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ പൂക്കൾ കൃഷി ചെയ്ത് നല്ല വിപണന സാധ്യതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്കും അതിനെക്കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല സഹകരണം ഉണ്ടായി. ഭരണങ്ങാനം പഞ്ചായത്തും കൃഷി വകുപ്പും കാര്യമായി സഹായിച്ചിട്ടുണ്ട് എന്ന് നിതിൻ പറയുന്നു. ഇടയ്ക്ക് മഴ പെയ്തത് പ്രതിസന്ധിയായി. പ്രാദേശികമായി വിപണി കണ്ടെത്തി നഷ്ടം വരാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. മാതാവ് മേഴ്സിയുടെ താല്പര്യപ്രകാരമാണ് പൂക്കൃഷിയും ഇടവിളയായി കൂർക്ക കൃഷിയും ചെയ്യുന്നത്. ഇത് ചാനലുകളിൽ കണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പൂക്ക കൃഷി ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ അത് ഇതിൻ്റെ കൂടെ പച്ചക്കറി ഉണ്ട്. ഇതിൻ്റെ താഴെ വിളയായിട്ട് ഞങ്ങൾ കൂർക്കയും നട്ടിട്ടുണ്ട്. പിന്നെ നേരത്തോട്ടെ കൃഷി ഉള്ള പാരമ്പര്യമാണ്. കുടുംബശ്രീയുടേതടക്കം 250ഓളം ഏക്കർ സ്ഥലത്താണ് കോട്ടയം ജില്ലയിൽ ഇത്തവണ പൂക്കൃഷിയുള്ളത്. പൂവിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി ഉണ്ടാക്കി പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമവും കർഷകർ നടത്തുന്നുണ്ട്. ചിങ്ങത്തിൽ ആദ്യമേ നമുക്ക് തയ്യാറായ പൂക്കൾ ഇറുത്തെടുത്തിട്ട് അത് ഞാൻ ഉണങ്ങിക്കൊണ്ടിരിക്കുക. ഉണങ്ങിയ ശേഷം വേണം ഈ പൊടിക്കാനും മറ്റതിൻ്റെ പ്രോസസ്സിങ്ങിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടും നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നും ഇത് ചെയ്യുന്നില്ലാത്തത് കൊണ്ടും ഇതെങ്ങനെയാണ് എന്ന് ചെയ്ത് തന്നെ അതിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും അതിന് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികൾ പരിഹരിച്ച് വരും വർഷം കൂടുതൽ ഊർജിതമായി കൃഷിയിൽ തുടരുമെന്നാണ് ഈ കർഷകർ പറയുന്നത്. മഴ ചതിച്ചെങ്കിലും വലിയ ആവേശമാണ് ഇത്തവണ കോട്ടയത്തെ പൂക്കർഷകരിൽ കാണാൻ സാധിച്ചത്. ഇടവേളകളിലൂടെ നഷ്ടമുണ്ടായാൽ തന്നെ അതിന് മറികടക്കാനുള്ള ശ്രമവും ഇവർ നടത്തുകയാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കാസർകോട് ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്തെ ഇരട്ട നെല്ലിമരങ്ങൾ വേർപിരിഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ സഹോദരങ്ങളെപ്പോലെ ചേർന്ന് നിന്നിരുന്ന മരങ്ങൾ വിദ്യാലയ വികസനത്തിന് വേണ്ടിയാണ് ഇടം മാറ്റിയത്. ഇനി നെല്ലിമരങ്ങൾ നഷ്ടപ്പെടുത്താതെ തന്നെ വിദ്യാലയത്തിൽ പുതിയ കെട്ടിട സമുച്ചയം യാഥാർത്ഥ്യമാകും. 3.5 കോടി രൂപ ചെലവിൽ 3 നില കെട്ടിടമാണ് ഉദിയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി മരങ്ങൾ നഷ്ടപ്പെടുമെങ്കിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സ് ഒരുപോലെ ഉലഞ്ഞത് നെല്ലിമരങ്ങളും നഷ്ടപ്പെടുമോ എന്ന ചിന്തയിലാണ്. സ്കൂൾ പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ മനോജ് മാഷാണ് മരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാലയ വികസനത്തിന്റെ സാധ്യതകൾ തേടിയത്. നമുക്ക് ഈ നെല്ലിമരം നഷ്ടപ്പെടുന്നത് വലിയൊരു വേദന തന്നെയാണ്.
അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ നമുക്ക് കൂട്ടായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എല്ലാവരും ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ നിന്നതുകൊണ്ട് നമുക്ക് ആ നെല്ലിമരം നന്നായി അവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ NV സത്യനുമായി സംസാരിച്ച് നെല്ലിമരങ്ങൾ പിഴുതെടുത്ത് മാറ്റി സ്ഥാപിക്കുവാനുള്ള രൂപരേഖ തയ്യാറാക്കി. ഇതിനായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ഷജീന കരീമിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂൾ സന്ദർശിച്ചു. ഇവിടുത്തെ എല്ലാ കുട്ടികളും ആ രീതിയിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകർ ആ രീതിയിൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു നെല്ലിമരമാണ്. ആ നെല്ലിമരമാണ് ഇന്നിവിടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ നെല്ലിമരം ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. KFRAയുടെയും അതുപോലെ തന്നെ കാർഷിക കോളേജ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സഹായം അതിൽ ഉണ്ടായിട്ടുണ്ട്. ഉചിതമായ സ്ഥലം കണ്ടെത്തി 3 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തു. പരമാവധി പോറലേൽപ്പിക്കാതെ നെല്ലിമരങ്ങളെ വേരോടെ പിഴുതെടുത്ത് കുഴിയിൽ നട്ടു. ഇത് ഉദിയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു നൽകിയ വേറിട്ട പരിസ്ഥിതി പാഠമായി. 1000 മനസ്സുകളിലും ഒപ്പം 1000 നാടുകളിലുമാണ് ഈ മരങ്ങളിലൂടെ പരിസ്ഥിതി സ്നേഹത്തിന്റെ വേരുകൾ ഉറയ്ക്കുക. 1-2 മരങ്ങൾ നടുന്നതിനേക്കാൾ മെച്ചം ആ മരം അതുപോലെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ശരിക്കും എൻ്റെ മനസ്സിലുള്ളത് ഈ മരം പൊരിച്ച് നടന്ന് നമ്മൾ ശരിക്കും കുട്ടിയുടെ മണ്ണിലല്ല, കുട്ടിയുടെ മനസ്സിലാണ് ശരിക്കും ഈ മരം നടുന്നത്. ഒരുപാട് 1000-ഓളം കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ മരങ്ങൾ നടും. ഈ മരം നാളേക്ക് പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ പൂർണ്ണമായും ഈ മരം തെഴുത്ത് വീണ്ടും നെല്ലിക്ക പിടിക്കണം തന്നെയാണ്. പക്ഷെ ആ നെല്ലിക്ക പിടിച്ചില്ലെങ്കിലും മരം കായ്ച്ചില്ലെങ്കിലും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മരം വളർന്ന് നാളെയും വരും കാലങ്ങളും തണലും നെല്ലിയുമായിട്ട് വളരുന്നതാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PC യശോദ, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ B രഞ്ജിത്ത്, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ K ഗോപി, ലിജോ സെബാസ്റ്റ്യൻ എന്നിവരും സദുദ്യമത്തിൽ പങ്കാളികളായി. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി കാട്ടുപന്നക്കാക്കയെ കണ്ടെത്തി. കൊന്നക്കാട് സ്വദേശി വിഷ്ണു ബൈജുവും ജോയലും ചേർന്നാണ് ഈ അപൂർവ ഇനം പക്ഷിയുടെ ചിത്രം പകർത്തിയത്. ഇതോടെ ഈ ബേഡ് രേഖകൾ പ്രകാരം ജില്ലയിൽ കണ്ടെത്തിയ പക്ഷി ഇനങ്ങളുടെ എണ്ണം 405 ആയി. ഹിമാലയൻ മേഖലയിലും വടക്ക് കിഴക്കൻ തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് കാട്ടുപന്നങ്കാക്ക കാണപ്പെടുന്നത്. ഡോളർ ബേഡ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. ചിറകിൽ വൃത്താകൃതിയിൽ നാണയം പോലെ നീല നിറത്തിലുള്ള അടയാളമുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഇരുണ്ട പച്ചയും നീലയും കലർന്ന നിറമാണ്. തലയ്ക്ക് കറുത്ത നിറവും കൊക്കിന് കടുത്ത നിറവുമാണ്. പ്രായം കൂടുമ്പോൾ ഓറഞ്ച് നിറമായി മാറും. ഉയരമുള്ള മരങ്ങളുടെ ശിഖരത്തിലിരുന്ന് പറന്ന് ഇരപിടിച്ച് അവിടെ തന്നെ തിരിച്ചെത്തുന്ന രീതിയാണ് പലപ്പോഴും ഇവയുടേത്. നിത്യഹരിത വനങ്ങളിലും തുറസായ വനാതിർത്തി മേഖലകളിലും ഇവയെ കാണാൻ സാധിക്കും. പാലാവയലിന് സമീപം തയ്യേനിയിൽ നിന്നാണ് കൊന്നക്കാട് സ്വദേശി വിഷ്ണു ബൈജവും ജോയലും ചേർന്ന ഈ പക്ഷികളുടെ ചിത്രം പകർത്തിയത്. കാസർഗോഡ് ബേഡേഴ്സ് പക്ഷി നിരീക്ഷക കൂട്ടായ്മയിൽ അംഗമാണ് വിഷ്ണു. ഡോളർ ബേഡിൻ്റെ ഫോട്ടോ എടുത്താണ് ഇവിടെ മെയിനായിട്ട് വന്നേക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇത് ഫസ്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് കേരളത്തിലെ എല്ലാവിധ ജില്ലകളിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മുടെ കണ്ണൂരിൽ ആറളം ഫാമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ ഫസ്റ്റ് ടൈമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുന്ന ഈ ബേഡ് രേഖകൾ പ്രകാരം ജില്ലയിൽ കണ്ടെത്തിയ പക്ഷിയിനങ്ങളുടെ എണ്ണം 405 ആയി. ന്യൂസ് 18 കാസർഗോഡ്. 21ാമത് മണപ്പുറം മിന്നലെ മീഡിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച ഇന്റർവ്യൂവർക്കുള്ള അവാർഡ് ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പ് ഏറ്റുവാങ്ങി. കൊച്ചിയിലെ മെറിഡിയനിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ റോയ് മണപ്പള്ളിൽ, പെഗാസസ് ചെയർമാൻ ഡോക്ടർ അജിത് രവി, ഡോക്ടർ P കൃഷ്ണദാസ് എന്നിവർ ചേർന്ന് പുരസ്കാരം വിതരണം ചെയ്തു. Very pleasant face that we're used to seeing on television. Hearty congratulations to you. അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഉടൻ ലോഞ്ച് ചെയ്യുമെന്ന് UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളം കൂടാതെ കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും അജിത് പാലാട്ട് പറഞ്ഞു. ചലച്ചിത്ര താരം ഭാവനയാണ് UGS ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഷെഫ് പാലാട്ട് എന്ന പേരിലുള്ള UGS ഗ്രൂപ്പിന്റെ ആദ്യ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 14 നടക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680, പവൻ 53,440. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5540, പവന് 44,360. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി. നമസ്കാരം.